നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2.5 കൊല്ലമായിട്ട് തോൽവി എന്തെന്ന് അവരറിഞ്ഞിട്ടില്ല. കൊളംബിയ ഇതാ ഉറുഗ്വായിയെ കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. ഫൈനലിൽ ഞായറാഴ്ച അവർ അർജൻറ്റീനയുമായിട്ട് ഏറ്റുമുട്ടും. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ പ്രശ്നമാക്കേണ്ടെന്നേ, അത് US സമയം വെച്ചാണ് നമ്മൾ പറയുന്നത്. ഞായറാഴ്ച രാത്രി അവിടെ കളി, നമുക്ക് തിങ്കളാഴ്ച പുലർച്ചെയാണ് ഇന്ത്യൻ സമയം. ഏതായാലും അർജൻറ്റീനയെ നേരിടുമ്പോൾ ഈ അപരാജിത കുതിപ്പ് തുടർന്നുകൊണ്ട് അവർക്ക് കിരീടം ചൂടാനാവുമോ, അതല്ല അർജൻറ്റീനയ്ക്ക് അവരെ തോൽപ്പിച്ചുകൊണ്ട് കോപ്പ കിരീടം നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. 2.5 കൊല്ലമായിട്ട്, 2 വർഷവും 5 മാസവുമാണ് കൃത്യമായി പറഞ്ഞ, 2.5 കൊല്ലത്തോളമായിട്ട് അപരാജിത കുതിപ്പ് അവർ തുടരുന്നു. 23 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കോപ്പയുടെ ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നു. ഹാമീസ് റോഡ്രിഗസിന്റെ ചിറകിലേറി അവർ കുതിക്കുകയാണ്. ഇപ്പോൾ 28 മത്സരങ്ങൾ, തുടർച്ചയായി 28 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടിട്ടില്ല. അതെങ്ങനെയാ? 22 വിജയങ്ങളും 6 സമനിലകളും, 0 ഡിഫീറ്റ്സ്. 85.7% അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജ്. 55 ഗോളുകൾ അടിച്ചു കൂട്ടി, 16 മാത്രമേ തിരികെ വാങ്ങിയുള്ളൂ. ഒറ്റ ഗോളും കൺസീഡ് ചെയ്യാത്ത 17 മത്സരങ്ങൾ ഇതിലുണ്ട്. അതായത് 61% മത്സരങ്ങളിലും അവർ ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടില്ല. ചുരുക്കത്തിൽ കിരീടമോഹികൾ ഭയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോപ്പ അമേരിക്കയ്ക്ക് മുമ്പ് നമ്മൾ ഇവരെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അത് തന്നെ യാഥാർത്ഥ്യമാവുകയാണ്. ഇനിയിപ്പോൾ അർജൻറ്റീന മാത്രമാണ് അവർക്ക് വെല്ലുവിളിയായിട്ടുള്ളത്. എന്ത് സംഭവിക്കും? അർജൻറ്റീനക്ക് അവരെ വീഴ്ത്താൻ കഴിയുമോ? അതല്ല ഈ 2.5 വർഷക്കാലത്ത് അപരാജിത കുതിപ്പ് ഫൈനലിലേക്ക് കൂടി കൊണ്ടുപോയി കൊളംബിയ കിരീടത്തിൽ മുത്തമിടുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.